പാവച്ചേ ഇന്നിവിടെ എന്താ പരിപാടി? എന്തൊരു തോരൻ വെക്കാൻ പോണ്? എവിടെ? ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു തോരൻ വെക്കാന്ന് വിചാരിക്കണോ. അതെ, വീഡിയോ എടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതായാലോ? കൂട്ടുകാർ കൂടെ കാണിക്കാൻ ഒരു കളർഫുൾ തോരനല്ലേ? അതെ, കളർഫുൾ ഇട്ടിട്ടില്ല, നമ്മളിത് ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത് ഡീറ്റെയിൽസ് ആയിട്ട് ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു തോരൻ വെക്കണത് ചേട്ടൻ ഇപ്പൊ വന്നതാണ്. അപ്പൊ നമുക്ക് തോരൻ വെക്കാം. ശരി, ഓക്കെ. ഇപ്പൊ വാവച്ചി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാ? വാവച്ചി ചട്ടി ചൂടായപ്പോ നമ്മൾ അതിലോട്ട് എണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടായി പൊട്ടി 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 എന്താ കടു കടു കൊട്ടി കട്ടു കട്ടു കട്ട് പൊട്ടി പട്ട 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 പട്ടടാ ഇതാ പൊട്ടത്. പോഞ്ഞ് തള്ളണത് അതങ്ങനെ കടു പൊട്ട അങ്ങനെ കാണിക്കണതാണ്. നല്ല ചൂടായി കയ്യിലൊക്കെ വേടും. എന്തിടണം? അതിലേക്ക് നമ്മള് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. ഇതാ പിന്നെ ഇപ്പൊ പറിച്ചെടുത്തോണ്ട് വന്നാൽ ഫ്രഷ് കരിവേപ്പിലാണ്. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, ഇതിലേക്ക് ഇതാ നമ്മൾ എന്തെല്ലാം ഇട്ട് കൊടുക്കണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇടണം. എല്ലാം മതി, ഒത്ത കിടക്കട്ടെ. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ എടുക്കുന്നതല്ലേ നല്ലത്. അതെ, ഇപ്പൊ തന്നെ മിക്സ് ചെയ്ത് പിന്നെ അയിൽ വെച്ചാൽ മിക്സ് ചെയ്തിട്ടാ പോരായിരുന്നു. ഞാൻ അതങ്ങനെ അരിഞ്ഞ് വച്ചെന്നേ ഉള്ളൂ, വെറുതെ. ഇന്നാളിങ്ങനെ വച്ചോക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ തോരന്. ആദ്യമായിട്ട് അല്ലേ കേട്ടോ. ഇത് ക്യാബേജ്, ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. ക്യാബേജും ക്യാരറ്റും കൂട്ടിയ ഒരു തോരൻ. അതെ, ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാം. ഉപ്പിടണോ? ഉപ്പും കൂടെ ഇട്ടാൽ വെച്ചിട്ട് നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ പോണം കേട്ടോ. നമുക്ക് അരപ്പ് റെഡിയാക്കാനുണ്ട്. മിക്സ് ചെയ്ത് അപ്പൊ അതവിടെ ഇരുന്ന് വെന്ത് വരും. അരപ്പ് റെഡിയാക്കാൻ പോകും. മതി, അരപ്പ് റെഡിയാക്കാൻ പോവാം. എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ എന്നും നിങ്ങൾക്ക് അറിയാമല്ലോ, തോരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി, ജീരകം, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട്? വെന്തില്ല. അതെ, വെന്താന്ന് നോക്കിയാണ് വാവച്ചി. ക്യാബേജ് കുറച്ചും കൂടെ വേവണം. ഇവിടെ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവച്ചിട്ടുണ്ടേ. നമ്മുടെ വാടക വീട്ടിലെ അടുക്കളയാണ്, അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഒരു പരുവത്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ വാവച്ചി? ഈ സ്റ്റാൻഡൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുണ്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇത് സ്റ്റാൻഡൊന്നും ഇല്ലതാ, ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ വെച്ചേക്കുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല നമുക്ക്. ഇപ്പൊ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അരപ്പിട്ട് കൊടുക്കാമേ. ഞാൻ സ്പൂണൊന്നും ഇട്ടല്ലേ ചെയ്യണത്. അത് പണ്ട് ശീലിച്ചതുകൊണ്ടാണ് കേട്ടോ. ഒരു ഇത്തിരി പോലും ഞാൻ വെറുതെ കളയില്ല. അതുകൊണ്ടല്ല, ശീലങ്ങളാണല്ലോ എല്ലാം എന്നുള്ളത്. അടച്ചു വെച്ചു. അമ്മ പറഞ്ഞിട്ടുണ്ടേ, തോരൻ വെക്കുമ്പോൾ ഉടനെ നമ്മൾ ഈ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കരുത്, അതൊന്നും അവിടെ ഇരുന്ന് ചേരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇനി നമ്മുടെ ഈ അരപ്പും എല്ലായിട്ടും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരൈറ്റം മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ തോരനൊക്കെ വയ്ക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ വെക്കുമ്പോൾ കുട്ടിയേക്കും ഇഷ്ടപ്പെടും കേട്ടോ. എന്നും ഒരേ കളറല്ലേ. അതെ, ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നോക്കിയപ്പോൾ ക്യാരറ്റ് കിടന്നാലും ഇല്ലാണ്ടായി പോകും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു തോരനാകുമ്പം കഴിക്കുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു അല്ലേ. റെഡി ആയിട്ട് കാണാം. ഇല്ല, കുറച്ചും കൂടെ അതൊന്നും ഇതായിട്ട് വരട്ടെ, ചേർന്ന് വരട്ടെ അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ തോരൻ എന്താ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാമേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ
ക്യാരറ്റ് ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.